രേഷ്മി, അപ്പം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് 8 വർഷവും നിങ്ങൾ കാത്തിരുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെ, വളരെ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിലെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ നമ്മൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്നത്. സോ അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കല്യാണത്തിൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 മാസമായി. ശേഷം നിങ്ങൾ ഫിക്സ് ചെയ്ത് നടത്താൻ തീരുമാനിച്ചു. പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാകും. പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താൽ അതെപ്പോഴും ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് എനിക്ക് പറയാറുള്ളത്. കുറച്ച് പറയും. ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? ആദ്യം പഠിക്കുന്ന ടൈമിൽ വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത്. പിന്നെ ഇപ്പം ലവ് മാരേജ്, അത് 2 പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ്. അതെ, അവര് 2 ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന്. കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാ. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. തീരുമാനിച്ചിരുന്നു പാരന്റ്സിന്റെ സമ്മതത്തോടെ മാത്രമേ ഒരു മാരേജ് ഉണ്ടായിരിക്കുള്ളൂ. ഞങ്ങള് പാരന്റ്സ് കൺവിൻസ് ചെയ്യിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. സോ ഞങ്ങള് അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത്, പിന്നെ അവൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു, ഞാൻ എന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു. ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം അവര് മനസ്സ് നിറഞ്ഞു തന്നെ അനുഗ്രഹിച്ചു തന്നെയാണ് കല്യാണം. സോ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് ഏർലി ഏജിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. 25. അതെ, എത്ര വയസ്സിലാണ് തുടങ്ങിയത്? രണ്ടാമത് 25. 8 വർഷമായെന്ന് പറഞ്ഞില്ലേ? അതെ, 8 വർഷം ഞങ്ങള് സത്യം പറഞ്ഞാല് +2 പഠിക്കുമ്പോ ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയതാണ്. അവിടെ വെച്ചാ ശ്രീലക്ഷ്മിയെ കണ്ടുമുട്ടിയത്. സോ അതിനുശേഷം രണ്ടുപേരും കണ്ടു. ശ്രീലക്ഷ്മി തന്നെയാണോ ഫസ്റ്റ് ക്രഷും ഫസ്റ്റ് ലവും? അതെ, എനിക്ക് ശ്രീലക്ഷ്മി. അപ്പൊ അതൊരു ഇരട്ടി മധുരമാണ്. അതെ, ഇരട്ടി മധുരം. അതെ, കല്യാണം കഴിക്കുന്ന ഭയങ്കര മഹത്തരമായിട്ടുള്ള കാര്യമല്ലേ. നമ്മളാ ഒരു ജേണി, അതായത് ഒരിടത്തും ബ്രേക്ക് ആയി പോയില്ല, കണ്ടിന്യൂസ്. ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ? അല്ല, മീൻസ് അത് കുറച്ച് നേരത്തേക്ക് ഒരു ദിവസം അതിന് മുമ്പ് ഒരാൾ തന്നെ അതിന് എടുത്തിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അങ്ങനെയാണോ ഒരു ദിവസത്തിനകത്ത് പിണക്കം മാറ്റണം, അങ്ങനെയാണോ? അതെ, ഉറപ്പായിട്ടും. ആരായിരിക്കും ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റ് എടുക്കുന്നത്? ഭയങ്കര വാശിക്കാരിയാണ്. ഇഷ്ടമുള്ളവരുടെ അടുത്തല്ലേ വാശി കാണിക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് വാശി കാണിച്ചിരിക്കും, പുള്ളി തന്നെ വന്ന് എല്ലാം. പിന്നെ അങ്ങോട്ടും അതെ, ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക്, ഒരു ദിവസം പോവില്ല. അതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി പുള്ളി ഹോണസ്റ്റ് ആണ്. അത് തന്നെയാണ് ശ്രീലക്ഷ്മി ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും ശ്രീലക്ഷ്മിയുടെ ഒരിക്കലും ഒരു തടസ്സമില്ല. അതിപ്പം ഫാമിലി ആയാലും ബാക്കിയുള്ളവർ, ഞാൻ എൻ്റെ പേഴ്സണൽ ഡിസിഷൻ ആയാലും അതിനൊന്നും ഒരു തടസ്സമില്ല. ശ്രീലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം തുടങ്ങും. ഇത് ഞാൻ എന്തായാലും ഒരു കാരണമാണ്. ഇല്ല, ഇപ്പൊ സീരിയലാണ് റീസെന്റ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ഓണായിട്ട് പോകും. ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എനിക്കെപ്പോഴും പുള്ളി കുറച്ച് എന്താ പറയാ, സൈലന്റ് ക്യാരക്ടറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകും. ഓവറായിട്ട് ഓവർ ടെമ്പർ കാണിക്കാറില്ല. അപ്പം എനിക്കത് കുറച്ച് ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഉറപ്പായിട്ടും ലവബിൾ ആണ്. കല്യാണത്തിന് ശേഷമുള്ള പ്ലാനുകളൊക്കെ ബ്രോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്കിംഗ് ആണ്. ബാംഗ്ലൂർ ഒരു മെഡിക്കൽ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ അങ്ങോട്ടേക്ക് തന്നെ റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. മാത്രമല്ല ഞാൻ അവസാനം 4 മന്തായിട്ട് ഒരു കോഴ്സ് പഠിക്കുമായിരുന്നു. അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നുണ്ട്. യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആസ് ഓഫ് നൗ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. ശ്രീലക്ഷ്മിയെ കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേസ് ഏതായിരിക്കും?
അതെ, കാശ്മീരം നോർത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതുവരെയ്ക്കും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. സോ ഉറപ്പായിട്ടും ആയതിനു ശേഷം, കല്യാണം ആയതിനു ശേഷം അങ്ങോട്ടേക്കൊരു വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. 8 വർഷത്തിൽ രണ്ടുപേർക്കും വേറെ വേറെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ? ശ്രീലക്ഷ്മിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതെ. പിന്നെ ഒത്തിരി പേർക്ക് അറിയാമായിരുന്നു എനിക്കിങ്ങനെ റിലേഷനുള്ള കാര്യം. അങ്ങനെ പോയി. കല്യാണ ശേഷം സീരിയൽ തുടരുമോ? സീരിയൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാന്. അതിൽ വേറെ മാറ്റമൊന്നും ആൾക്ക് അഭിനയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇല്ല. എന്ത് പ്രശ്നമാണ്? പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അഭിനയം നന്നായിട്ട് കുറെ കൂടെയൊക്കെ മീൻസ് നല്ല ഫിലിമിലാണെങ്കിലും ഒക്കെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ്. എന്നെക്കാട്ടി സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ്. എനിക്ക് നോർമലി ഞാൻ ഇച്ചിരി മടിച്ചിരിക്കുന്ന ആളാണ്. എന്തെങ്കിലും കാസ്റ്റിംഗ് കോൾസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ പുള്ളിയാണ് അത് എടുത്ത് പറയുന്നത്, കൊടുക്കുക, അത് നന്നായിരിക്കും. രണ്ടുപേരും കൂടി ഈ ഒരു അഭിനയം ഫീൽഡിലേക്ക് വന്ന സമയത്ത് ആളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. എങ്ങനെയായിരുന്നു? ഇല്ല, പുള്ളി ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പ്രണയത്തിലായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി അഭിനയത്തിലേക്ക് തുടങ്ങിയത്. അതെ, ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ശ്രീലക്ഷ്മി സൂര്യ ടിവിയിലെ ആദ്യത്തെ സീരിയൽ ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 സീരിയൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലെ ഇത് കൂടത്തായി, സി ടിവിയിലെ പല പല സീരിയൽസ് ചെയ്തിരുന്നു. മാത്രമല്ല സാന്ത്വനത്തിൽ ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുടുംബവിളക്കിലെ സുമിത്രാമ്മയുടെ മോളായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി ഇത്രയും ആ ഒരു ഫെയിം കാറ്റഗറിയിൽ എത്തിയത്. പ്രണയത്തിലായി പറഞ്ഞല്ലോ, എന്താ അട്രാക്ട് ചെയ്തത്? പ്രണയത്തില് ആയി എന്ന് പറഞ്ഞില്ലേ? അതെ, പ്രണയം തോന്നാൻ കാരണം എന്താ? തോന്നാൻ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞല്ലോ ബ്രോ, പുള്ളിക്കാരി ഹോണസ്റ്റ് ആണ്. സ്വഭാവം തന്നെയാണ്. കുറച്ചൊക്കെ ഷോർട്ട് ടെമ്പർ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഹോണസ്റ്റ് സത്യസന്ധ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത്. സുന്ദരിയാണ്. കൂടുതൽ എന്ത് വേണം? നിങ്ങളിപ്പോ പരസ്പരം തുറന്നു പറഞ്ഞു രണ്ടുപേരും 2 കാസ്റ്റാണ്. അതെ, കാസ്റ്റ് അല്ല ബ്രോ, രണ്ടുപേരും ഇന്റർഫെയ്ത്ത് മാരേജ്. ഓക്കെ, ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് പ്രണയിച്ചിട്ട് എങ്ങനെയാണ് അവരോട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ്? ശരിക്കും ബ്രോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ എന്ത് തടസ്സമാണെങ്കിലും ഒന്നിക്കണമെന്നാണ് പറയുന്നത്. അതിൽ കാസ്റ്റോ റിലീജിയനോ അതിലൊന്നും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല. സ്നേഹം സത്യമാണെങ്കിൽ അത് ഒന്നിക്കണമെന്നാണ്. അല്ല, ലാസ്റ്റ് പിന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ശ്രീലക്ഷ്മിക്ക്? സന്തോഷം. കല്യാണം കഴിഞ്ഞ ടൈമല്ലേ, അപ്പം ഇരട്ടി സന്തോഷമാണ്. ഇത്ര തന്നെ. അപ്പം താങ്ക് യു.